ഗോളായ് അല്ലേ ഗായ്സ്, നമുക്ക് ബുദ്ധി കിട്ടി. പക്ഷെ നമ്മുടെ മെയിൻ അക്കൗണ്ടിലല്ലെന്നുള്ളൂ, ആൾട്ട് അക്കൗണ്ടിലാണ്. അതിൻ്റെ പേരാണ് യെല്ലോടെ ടോപ്പി ബ്രോ. അതിനകത്ത് മറ്റേ ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ അറ്റംപ്റ്റ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ. പക്ഷേ എന്തായാലും ഇത് ഫസ്റ്റ് സീനാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ അച്ഛൻ്റെ ഫേസ് വെച്ച് 21+ ഇയർ ഓൾഡായി. ശരി, റിയൽ ലൈഫിൽ ഞാൻ അച്ഛൻ്റെ ഫേസ് എടുക്കാതെ വേറെ ഞാൻ 21 ഇയർ പ്ലസ് ഓൾഡായി. നമ്മളെപ്പോഴും പൈററ്റാണ്, കാരണം നമ്മൾ പൈററ്റാണ്. ഓക്കെ, ഞാൻ ബുദ്ധ എങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും റോൾ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങളതിനെ ലെവലൊക്കെ അറിയാൻ പറ്റും. ഞാൻ റോൾ ചെയ്തത് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പഞ്ചിങ് ബാഗ് എന്നും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ ഒരു ഫ്ലെയിം ഫ്രൂട്ടിനെ കണ്ടതേ ഇവിടെ അല്ല, ഒരു ഫ്രൂട്ടിനെ കണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അതൊരു ബെറിയാണ്. അതിനെ ഇഗ്നോർ ചെയ്തതിന് ഞാൻ പോയി എടുക്കാൻ പോയി. പിന്നെ ഇവിടെ ബുഷില്ലെന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ വിചാരിച്ച് അത് ലൈറ്റായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ അക്ക അത്രയ്ക്ക് നല്ല അല്ലാത്തതുകൊണ്ട് അത് ഫ്ലെയിം ആയിരിക്കുന്നു. ഫ്ലെയിം എലമെൻ്റ് ആയതുകൊണ്ട് ഞാൻ അതങ്ങ് കുഴപ്പമില്ലെന്നും പറഞ്ഞെടുത്ത് നോക്കിയപ്പോഴാണ് കൈ കിട്ടിയപ്പോഴാണെന്ന് പറഞ്ഞാൽ ആശാൻ ഇയാളാണ് ബുഡാ സീറോ മാസ്റ്റർ ഉണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് സീന് നമ്മൾ ഫ്രൂട്ട് കഴിക്കണം എവിടെയാണെന്ന് വെച്ചാൽ മിഡിൽ ടൗണെങ്കിൽ മിഡിൽ ടൗൺ. പക്ഷേ ഫുൾ മൂണൊന്നും ഇപ്പോൾ വരാൻ പാടില്ല. നമ്മൾ 3rd സീൻ ആകുമ്പോഴാണ് വരാൻ പോകും. അത് ജംഗിൾ ഐലൻഡ്, ഇത് ഏത് ഐലൻഡ്? ഇത് പൈററ്റ് ചാർട്ടർ. എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം. അപ്പോൾ വീഡിയോ ഇപ്പോൾ തീരും. ഇത് ഷോർട്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോൻ്റെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഷോർട്ട് തന്നെ ആക്കാം. അല്ല, മറ്റേ കുഞ്ഞ് ഇത് വീഡിയോൻ്റെ കാറ്റഗറിയിൽ ഇട്ടിട്ട് ഷോർട്ടാക്കാം. എന്നാലും എൻ്റെ ഫ്രൂട്ട് നോട്ടിഫയർ പോലുമില്ല. ഇതിനകത്താണെങ്കിൽ സീറോ സാധനമാണ് എൻ്റെ മോൻ. ഇപ്പം നിങ്ങളൊന്ന് വിചാരിച്ചു ഇവൻ എന്തിലക്ക. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ലക്കൊക്കെ ഉണ്ടാവും. വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, പൈററ്റ് സ്റ്റാർട്ടർ അല്ലെങ്കിൽ സിയോളൈസിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ റാബിറ്റ് V4. ഓക്കെ, നമ്മളിപ്പോൾ ബുദ്ധി തിന്നാൻ പോകുന്നു. ഇതുണ്ടോ ഈ സാധനം കണ്ട? ഓക്കെ, ഈ സാധനം തിന്നാൻ പോണ്. അതിന് മുമ്പ് ഒരു സാധനം ചെയ്യണം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് സീൽ ഇത്ര ലെവലുള്ള ആദ്യത്തെ പ്ലെയറാണ് ബുദ്ധ യൂസ് ചെയ്യണം. അതും ഫ്രീ ടു പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാണ്ടല്ല. ഇനി എന്തായാലും എനിക്ക് ബോട്ട് വാങ്ങിക്കണം. ഇതിനാണെങ്കിൽ ഒരു ഫ്ലൈറ്റും ഇല്ല. ബോട്ട് വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? ഓട്ടോഫോണ് കറക്റ്റ് ടൈം. താങ്ക് യു ബ്ലോക്ക് ഫ്രൂട്ട്. ഇന്ന് എൻ്റെ ലക്കി ഡേ ആണെന്ന് തോന്നുന്നു. പക്ഷെ അത്രയ്ക്ക് ലക്കിയല്ല. ഇനി എൻ്റെ ഹോളിഡേ ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഞാൻ സഞ്ജുവിനെ പോലെ 14 10 ഞാൻ. പക്ഷെ എന്നാലും ഞാൻ 6 ബിഗ് ബോയ് ബുദ്ധ വേഴ്സസ് മണ്ടൻ ഷാർക്ക്. മണ്ടൻ വേഴ്സസ് ബിഗ് ബോയ് ബുദ്ധ ആയിരിക്കും നിങ്ങൾ? ഉണ്ടല്ലേ ഇങ്ങനെ പറക്കണം. കോമ്പാക്ട് യൂസ് ചെയ്യണ ബുദ്ധ ഇതാ. പക്ഷെ എന്നെ നല്ലതായിരുന്നു വെച്ചാൽ ഞാൻ ഒട്ടും ബ്ലോക്ക് ഫുഡ്സിൽ സ്റ്റാറ്റ് എടുത്തിട്ടില്ല. ഇവരെന്ത് തേങ്ങ എന്നെ കൊല്ലാൻ പോകുന്നു. എനിക്കൊരു എൻ്റെ ബൗണ്ടറി കളയണു. ഷാർക്കോല ഒന്നാമത്തെ പ്രാവശ്യം ഓ
അപ്പം ഞാനിത് എടുത്തേക്കണ 2 മിനിറ്റിൽ ഇപ്പം 5 മിനിറ്റായി. അപ്പം ഇത് വീഡിയോ തന്നെ ആയിരിക്കും ആകണത്. അത് നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. എന്നാൽ പിന്നെ ഞാൻ തന്നെ നോക്കണം. ഡാമേജ് കൊണ്ട് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള ഉപയോഗം മനസ്സിലായി. അയ്യോ ഈ ഗ്രാവിറ്റി യൂസറൊക്കെ വെറുതെ അല്ല, അവന്മാരെ എമ്മൂൾ സ്പാമിങ് ആയിരിക്കും 24 മണിക്കൂർ. ഒരു യൂട്യൂബറാ സീറോ സ്റ്റാറ്റിൽ വെച്ച് ഗ്രാവിറ്റിയിൽ വെച്ച് ഇങ്ങനെ കൊല്ലാൻ പറ്റുമോ നോക്കാന്ന് വെച്ചാണ്. ഈ കോമ്പാറ്റ് പൊട്ടാന്ന് പറയണ്ടാക്കി ഞാനിപ്പോ പൊട്ട. ഇതിമ്പത്തെ എനിക്ക് മോപ്പ് ലീഡറിനെയൊക്കെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ലെങ്കിൽ മോപ്പ് ലീഡറിനെ ഇവനെന്താ റേഞ്ചാണ്. 4 മിനിറ്റ് ആ സോസ് ഫോണിട്ട് ഇതുവരെ ആരാണ് കൊല്ലുന്നത്. പണ്ട് ഞാൻ ഇവനെ ഹണ്ട് ചെയ്യായിരുന്നു. എപ്പോൾ ഫോണാണോ അന്ന് ഞാൻ പറക്കും അങ്ങോട്ട്. സ്മോക്ക് ബോംബറും പറ്റിയ എനിക്കറിയായിരുന്നു. എന്നാലും അന്ന് എനിക്ക് ഗ്രാൻഡ് ബ്രിഗേഡ് ഉണ്ടായിരുന്നെങ്കിലും അല്ല ബ്രിഗേഡ് ഞാൻ വാങ്ങിക്കുമായിരുന്നെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ സ്മോക്ക് ബോംബറായിരുന്നു. വെറുതെ ഇതിനല്ല ഞാൻ വെറുതെ എന്തിനാ ആൾക്കാർ പൈസ ഉള്ളതെന്ന്. എനിക്ക് കാമ്പ് മനസ്സിലായി. ഇപ്പം ഇവനങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെ ചെയ്യണം. അവർ സ്റ്റണ്ട് ചെയ്യണം. അവൻ ആ മൂവ് ഉപയോഗിക്കുമ്പോൾ ഞാൻ വന്ന് എമ്മോൺ സ്പാമിങ് അവൻ്റെ ആ മൂവേൽ ഞാൻ എമ്മോൺ സ്പാം ചെയ്തോണ്ടിരിക്കണം. കണ്ടാ ടെക്നിക്ക് കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അയ്യോ ഞാൻ എന്ത് മണ്ടനാണ്. ഞാനിപ്പോൾ ബുദ്ധ തിന്നേന്ന് പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. ഇതാണ് പുതിയ ഗ്ലിച്ച്. നമുക്കിനി ഐലൻഡിൽ വരെ ഇതൊക്കെ ഉപയോഗിക്കാം. എന്ത് ഇനി എനിക്ക് ഫ്രൂട്ട് റോൾ ചെയ്യേണ്ട പോലുമില്ല. കണ്ട ഐലൻഡിലൊക്കെ നമുക്ക് ഇതൊക്കെ കയറ്റാം. ഞാൻ പൈററ്റ് വില്ലേജിൽ കയറ്റിയായിരുന്നു. എനിക്ക് ഈ ബ്ലോക്ക് ഫുഡിൻ്റെ ജോയ്സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല മൊബൈലിൽ. എന്തായാലും പൊളിയാ. പക്ഷെ ലാർജ് സ്റ്റെപ്പ് അല്ലെങ്കിൽ വാട്ടർ കൺഫോ അല്ലെങ്കിൽ ഇലക്ട്രിക് വേണം എനിക്ക്. കോമ്പാറ്റ് കൊള്ളത്തില്ല. അതിനകത്ത് മൂവ്സൊക്കെ ഭയങ്കര പൊട്ടയാ ഗൈസ്. അപ്പോൾ സോസ് കൊണ്ടാണെങ്കിൽ ആ സെക്കൻഡ് പോയാനോ കൊല്ലണം കേട്ടാ. നല്ല റിവാർഡ്സൊക്കെ കിട്ടും. എനിക്ക് കിട്ടിയ പോലെ കൺട്രോൾ ഫ്രൂട്ട്. അയ്യോ എൻ്റെ ഷിപ്പ് അവൻ കൺട്രോൾ ചെയ്ത് ഞാൻ 3 തണ്ട് എങ്ങനെ എല്ലോ ആയെന്ന് എനിക്കറിയില്ല. മറ്റേ ഇതിനകത്ത് എനിക്ക് ഫുൾ ബോഡി ഹാക്ക് കിട്ടി എൻ്റെ മെയിൻലി. പക്ഷേ ഇതിനകത്തില്ല. അതാണെങ്കിൽ ഹാക്കി പോലും ഇല്ല. ഐ മീൻ മറ്റേ ഇത് ഏതാ ഓറ സ്റ്റേജ് 1 ഒരു ടീ പൊസിഷനിൽ നമ്മൾ നിൽക്കൂട്ടാ. ഇങ്ങനെ എനിക്ക് ഫ്രൂട്ട് റോൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ഇത് തന്നെ ഉപയോഗിക്കാൻ പോകണം. ഒരിക്കലും സ്വിച്ച് ചെയ്യാൻ പോകില്ല. ഒടുക്കത്തെ ബോറിംഗ് ആയിരിക്കും കേട്ടോ. അയ്യോ ഞാൻ മറന്നുപോയി. എനിക്ക് ഡാമേജ് എടുക്കുന്നു. ഇനി ബ്രൂട്ട്സൊക്കെ ഈസിയസ് പൈ. അവരെന്തായാലും മറ്റേ ഈ ചെസ്റ്റിനൊക്കെ വന്ന നോക്കിക്കോ. ഇവനെ എനിക്ക് സർവർ ഹോപ്പ് ചെയ്യാം. ഇത് ഞാൻ അപ്പം തന്നെ കഴിച്ചാലും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സ്റ്റോക്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് തീരണ വരെ വെയിറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ അങ്ങനെ. പക്ഷെ നിങ്ങൾക്കറിയാലോ ഞാൻ ഇത്ര പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വേഗം ഇതൊക്കെ ആക്കിയിട്ട് എലമെൻ്റ് ഫ്രൂട്ട്സിനല്ലേ ഫോക്കസ് ചെയ്യുമോ. എനിക്കറിയാൻ പാടില്ല. ബുദ്ധ എന്തായാലും യെറ്റിനെക്കാട്ടും കൂടുതൽ ഡാമേജാണ്. അല്ല ഇങ്ങനെ സ്പാം ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി. അതെന്ത് പ്രോനെസ്സാണെന്നറിയോ? പ്രോനെസ്സാന്നല്ല ഉദ്ദേശിച്ചാൽ എന്ത് ഓപ്പിയാണെന്നറിയോ? എനിക്ക് ആ കളക്കുണ്ടി ഷെഫ് ബോബിനെ കൊന്നിട്ടിരിക്കും അവൻ. പക്ഷെ ബോബിക്ക് അവനെക്കാട്ടും കൂടുതൽ അറ്റാക്സ് ഉണ്ട്. എന്നുവെച്ചാൽ ബോബിക്ക് മറ്റേ പണ്ടത്തെ ട്രിബിൾ കട്ടാനേൻ്റെ മറ്റേ ഫസ്റ്റ് മൂവില്ലേ ഏതാണ്ട് ലൈറ്റ് ബ്ലൂ എയർ ഫ്ലാഷ് അങ്ങനെ മറ്റേ അതിൻ്റെ പേരറിയില്ല. പക്ഷെ അത് ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു എയർ ഫ്ലാഷസാണ്. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഇത് കണ്ടിട്ട്
ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നോക്കുക. പക്ഷെ ഈ ബുദ്ധ V1ന്റെ നല്ല കാര്യം എന്താണെന്നറിയോ? കാണിച്ചു തരാം. ഫസ്റ്റ് ഇവന്മാരെയൊക്കെ ഒന്ന് കൊല്ലണം. ഓക്കെ, ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി അൺട്രാൻസ്ഫോം ആണോ അല്ലേ ക്വസ്റ്റ് എടുക്കാൻ? ഇത് അണ്ണ വെക്കേണ്ട ബുദ്ധി, ഇതിന് റീച്ച് ആകുക ആണോ? അപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടായി. ബൈ ബൈ. ഇനി നാളെ അല്ല, 3 വർഷം കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ.